അതാ ഇപ്പം എനിക്കെതിരെ ഒരു ഭീഷണി വന്നിട്ടുണ്ട്. ഇതോടുകൂടി നിൻ്റെ അന്ത്യം ബാദുഷ. നിങ്ങൾ എറണാകുളത്ത് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടി നോക്ക്. നമ്മളെ തേച്ചിട്ട് ഇനി കിട്ടും പോലെ വാങ്ങിക്കുമോ എന്നുള്ള പരിപാടി അല്ലല്ലോ വേണ്ടത്. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇല്ല. നമുക്ക് പണ്ട് പെയിൻറ്റിൻ്റെ പണിക്കും ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. ബാദുഷ ഇപ്പോൾ ഒരു പ്രേഴ്സൺ സാറെ ഫ്ലാറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. നമ്മളെ ഇത്രയും ഒരു ചെറിയൊരു പൈസ തരാതെ ഇയാൾ ഇത്രയും വലിയ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാന്ന് പറഞ്ഞാൽ സഹി കെട്ടിട്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. വേറെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത അതേ സമയത്ത് തന്നെ ധർമ്മജനം ഇത്രയും പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഇയാളെടുത്ത് പറയും ചോദിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇന്ന് രാവിലെ പോലും ധർമ്മജൻ വിളിച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല. ഇത് അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഞാൻ ഇറങ്ങി പോന്നു. ഞാൻ വണ്ടി എടുത്ത് പോന്നു. ടോയി വന്ന് ചേട്ടാ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ അടുത്ത് ചോദിച്ച് ചേട്ടാ എന്താ നമ്മളെ പടത്തിൽ വരാൻ? ഞാൻ ആ പൈസ ചോദിച്ചുകൊണ്ടായിരിക്കും ചിലപ്പം പിന്നെ വിളിക്കാഞ്ഞെന്ന് പറഞ്ഞു. ശരി, നമ്മളടുത്ത് പറഞ്ഞ ഡേറ്റ് ഇല്ല, വിളിച്ചിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല. ഇതിനെപ്പറ്റി അന്വേഷണം ബാദുഷ പലതലത്തും ഇതിനെപ്പറ്റി ഭയങ്കരമായ നെഗറ്റീവുകൾ പറഞ്ഞു. പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരികെ തന്നില്ലെന്ന ഗുരുതര ആരോപണവുമായി ഹരീഷ് കണാരൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട നടൻ രംഗത്തെത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ബാദുഷയ്ക്കെതിരെ ഒരു ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായിരുന്നു അതിനുള്ള സാഹചര്യം? നല്ല സാഹചര്യം നമ്മൾ ഞാനിത് കൊടുക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല. കാരണം നമ്മൾ നല്ല സൗഹൃദത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ വീട് പണീൻ്റെ സമയത്ത് നമ്മൾ കൊറോണ കഴിഞ്ഞ് ആ സമയത്താണ് ഈ വീട് പണി നടക്കുന്നത്. കാരണം കൊറോണ കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്ത പടം മേഹു മൂസയാണ്. മേഹു മൂസ പിന്നെ പടച്ചോനെ ഞങ്ങൾ കാത്തോളി 2 പടമാണ് ചെയ്തത്. ആ സമയത്താണ് വീട് പണി നടക്കുന്നത്. വീട് പണി ഏകദേശം തീരാൻ നേരത്തെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളിത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ഈ ബാദുഷ തന്നെ ഒരു 10-40 ദിവസം ARMൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ARM ഞാൻ ബോംബ് കഥയൊക്കെ ചെയ്ത UGM ആണ് ARM പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഡേറ്റൊക്കെ തന്ന് അത് കഴിഞ്ഞ് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ ചോദിച്ചു അതൊക്കെ എനിക്ക് കുറച്ച് പൈസേൻ്റെ ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു പൈസ ഉള്ളത് ഇട്ട് തരുമെന്ന് പറഞ്ഞു. ഞാൻ തരാം. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ബാദുഷ തരാമെന്ന് പറയും, ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഞാൻ സഹി കെട്ടിട്ട് ലാസ്റ്റ് ഞാൻ ബാബുച്ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബാബുച്ചേട്ടൻ എനിക്ക് ഇങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒന്ന് ബാദുക്കയിൽ സംസാരിച്ചിട്ട് എനിക്കിതൊന്ന് സെറ്റിൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പം ബാബുച്ചേട്ടൻ പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ ബാദുഷയായിട്ട്, ഞാനിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ബാദുഷയായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് ബാബുച്ചേട്ടൻ പറഞ്ഞു, ഞാൻ ബാദുഷ സമ്മതിച്ചു, എൻ്റെ അടുത്ത് പൈസ വാങ്ങിയിട്ടെന്ന് ബാദുഷ സമ്മതിച്ചു. പക്ഷേ ബാദുഷ അത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ലേശം ടൈറ്റാന്നൊക്കെയാണ് ബാദുഷ പറയുന്നത്. പിന്നെ ഈ ഉടക്കാനും നിൽക്കേണ്ട, ഈ ഒരു കാര്യം സാവധാനം ചോദിച്ച് സംസാരിച്ച് വാങ്ങ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെയും ബാദുഷനെ വിളിച്ചപ്പം ബാദുഷ പറഞ്ഞു വെടിക്കെട്ട് റിലീസ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. വെടിക്കെട്ട് റിലീസ് ചെയ്ത് ഞാൻ ബാദുഷയായിട്ട് സംസാരിച്ചു. ഭയങ്കര നഷ്ടത്തിലാണ്, ഞാൻ നോക്കട്ടെ, ഞാൻ ദുബായിൽ നിന്ന് വേറൊരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഒന്നുമില്ല. അപ്പം പിന്നെ ഈ ARMൻ്റെ ഇതൊന്നുമില്ല. പിന്നെ ARMൻ്റെ ഷൂട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ക്യാരക്ടർ പിന്നെ ചിലപ്പം മാറിപ്പോയി ഉണ്ടാവും, സ്വാഭാവികം. ചിലപ്പം നമ്മളെ ഒരു ഹ്യൂമർ കുറേ കാലഘട്ടമായിട്ട് ഇങ്ങനെ കറങ്ങി വന്നതാണല്ലോ, ചിലപ്പം നിന്ന് പോയി ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ അത് വിട്ട്. പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കല്ലേ. ഇപ്പോൾ വൈഫായാലും എൻ്റെ അടുത്ത് പറയും, ഈ 1 ലക്ഷം ആണ് നമ്മൾ ആദ്യം ഒരു എയിം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും 1 ലക്ഷം നമ്മൾ അക്കൗണ്ടിൽ ഉണ്ടായാൽ മതിയെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്രയൊക്കെ ആയില്ലേ, അപ്പോൾ അതുകൊണ്ട് അതിനിപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ വരട്ടെ, നിങ്ങൾക്ക് പ്രോഗ്രാംസ് ഉണ്ട്, നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് വെറുതെ നമ്മൾ ആ കാര്യം, ഒരു സിനിമ വരുമ്പോൾ വരട്ടെ, നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിൽ 1-2 സിനിമ വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത്രയും മതിയല്ലോ, നമുക്ക് ഇത്രയൊക്കെ ആയില്ലേ എന്ന് പറഞ്ഞു. ശരി, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ച് പ്രോഗ്രാം എടുക്കുന്നുണ്ട്, നമ്മൾ ടീം തന്നെ ഉണ്ട്, പ്രോഗ്രാംസിന് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ഏഷ്യാനെറ്റ് അവാർഡ് നൈറ്റ് ഉണ്ടായിരുന്നു, നമ്മളെ ഒരു സീരിയൽ അവാർഡ് നൈറ്റ്. അപ്പോൾ അതിൽ ഏഷ്യാനെറ്റിൽ നിന്ന് തന്നെ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ ആ അവാർഡ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ARMൻ്റെ പ്രൊമോഷന് ടോവിനോയും അതിൻ്റെ ഡയറക്ടറും വന്നിട്ടുണ്ട്. കാരണം ഡയറക്ടർ ജിതിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഗോദ, കുഞ്ഞരാമായണത്തിലൊക്കെ വർക്ക് ചെയ്ത അന്ന് ജിതിൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി, ഹരീഷ് ഭായി ഞാനൊക്കെ ഒരു പടം ചെയ്യുമ്പോൾ നമുക്കൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അപ്പം ടൊവിനോ കയറി, ഞാൻ ജസ്റ്റ് അവാർഡ് കൊടുത്ത് ഇറങ്ങി. ഞാൻ അവിടുന്ന് പോന്നു. കാരണം ഇതിൽ ഇത് അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഞാൻ ഇറങ്ങി പോന്നു. ഞാൻ വണ്ടി എടുത്ത് പോന്നു. ഞാനൊരു 5-8 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ടൊവിനെ വിളിച്ച്, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നിട്ടോ, ഞാൻ ഇറങ്ങി പോകുന്നു, തിരക്കായതുകൊണ്ട് ഞാൻ പോന്നിട്ടോ എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ എവിടെ ഉണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദൂരം പോകുന്നു, 5-8 കിലോമീറ്റർ പോകുന്നു. ചേട്ടൻ പോലെ ചേട്ടൻ അവിടെ നിൽക്ക്, എനിക്ക് ലൊക്കേഷൻ അയച്ചുകൊണ്ടാണ്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ വന്ന്
ടോവി വന്ന് ചേട്ടാ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ അടുത്ത് ചോദിച്ച് ചേട്ടൻ എന്താ നമ്മളെ പടത്തിൽ വരാൻ, നമ്മൾ വിളിച്ചിട്ട് ചേട്ടൻ വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച് കുറച്ച് ഡേറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ബാദുഷയെന്ന്. അങ്ങനെ ബാദുഷ എനിക്ക് ഇങ്ങനെ കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു. ആ പൈസ ചോദിച്ചുകൊണ്ടായിരിക്കും ചിലപ്പം പിന്നെ വിളിക്കാഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നു. അത് ശരി, നമ്മളടുത്ത് പറഞ്ഞ ഡേറ്റ് ഇല്ല, വിളിച്ചിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല, അങ്ങനെയാണ് നമ്മളടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഞെട്ടുന്നത്. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ബാദുഷ പല സ്ഥലത്തും ഇതിനെപ്പറ്റി ഭയങ്കരമായ നെഗറ്റീവുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്കെതിരെ ഒരു ഭീഷണി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടുണ്ട്, 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു വീഡിയോ. ഇതോടുകൂടി നിൻ്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ബാദുഷ. അപ്പം അതാണ് സ്ഥിതി, അതാണ് സംഭവിച്ചത്. കാരണം നമ്മളെ ഡേറ്റുകളൊക്കെ നോക്കിയ ഒരാളാണ്. നമ്മളെ കൂടെ അത്രയും ഇവിടെ ഈ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ബാദുഷാൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങളെ ഫാമിലി ആയിട്ടൊക്കെ നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരെയാണ്. അപ്പം നമ്മളൊരാളൊരു ഹെൽപ്പ് ചെയ്യുമ്പം അത് നമുക്കൊരാവശ്യം വരുമ്പോൾ തിരിച്ച് തരണ്ടേ. അതാണല്ലോ സൗഹൃദം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ തേച്ചിട്ട് ഇനി കിട്ടും പോലെ വാങ്ങിക്കുക എന്നുള്ള പരിപാടി അല്ലല്ലോ വേണ്ടത്. അതുകൊണ്ടാണ് ഞാനത് റിപ്പോർട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചതൊന്നുമല്ല. അപ്പം ഇങ്ങനെ ഇവർ വിളിച്ചപ്പോൾ എന്താണ്ട് ചേട്ടൻ ഇങ്ങനെ കുറേ ആയിട്ട് സിനിമ ചേട്ടൻ മനഃപൂർവ്വം വരാത്തതാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. എൻ്റെ അടുത്ത് വൈഫ് പറഞ്ഞു പോട്ടെ, നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അപ്പോൾ ഒരാൾ തരാൻ വിചാരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങനെ അതും പിന്നെ സഹി കെട്ടിട്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. 20 ലക്ഷം രൂപയല്ലേ ചേട്ടൻ? 20 ലക്ഷം. അതിൽ ഒരു പൈസ പോലും തിരിച്ചു തന്നില്ല. അതിൽ കുറഞ്ഞ എന്തോ ഒരു പൈസ തിരിച്ചു തന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ബാങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പെരവണിയുടെ ആവശ്യം പറഞ്ഞ് മേടിച്ചു. ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ അത്രയും സൗഹൃദമായിരുന്നു? പെരവണിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ തന്നത് 50,000 1 ലക്ഷം ഒക്കെ ആയിട്ട് അങ്ങനെ കുറേശ്ശെ 1-2 പ്രാവശ്യമായിട്ടാണ് തന്നത്. നിങ്ങൾ തമ്മിൽ അത്ര സൗഹൃദമായിരുന്നു? 20 ലക്ഷമൊക്കെ എടുത്ത് കൊടുക്കാൻ പാകത്തിനുള്ളൊരു സൗഹൃദം? കാരണം ഒരു 5 കൊല്ലത്തോളമായിട്ട് എൻ്റെ ഡേറ്റും അന്ന് ബാദുഷയാണ് എല്ലാ പടത്തിൻ്റെയും കൺട്രോളർ. ഒരു പടം ഒഴിവാകാതെ ബാദുഷയാണ് കൈകാര്യം. പിന്നെ അയാൾ നല്ല പെരുമാറ്റം, നമ്മൾ പെരുമാറുമ്പോൾ അയാൾ വളരെ ഡീസൻ്റാണ്. ഒരാളായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഭയങ്കര ബിഹേവിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ വിശ്വസിച്ച് പോകില്ല. നമ്മളെ മനസ്സിൽ നമുക്ക് വേറെ കള്ളത്തിലൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ മാതിരി തന്നെ ആയിരിക്കും ഇവരെന്ന് നമ്മൾ അങ്ങനെയാണല്ലോ വിചാരിക്കുക. അപ്പം പിന്നെ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ, എടാ എൻ്റെ അടുത്ത് ഞാൻ വളരെ പൊളിവിലാണ്, പിന്നെ ഒരു 500 രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനിടയ്ക്ക്. അത് കഴിഞ്ഞ് അപ്പം പിന്നെ ആരോ ഒന്ന് പറഞ്ഞ് ബാദുഷ ഇപ്പോൾ ഒരു പ്രേഷൻ സാറെ ഫ്ലാറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ഇതായത്. നമ്മളെ ഇത്രയും ഒരു ചെറിയൊരു പൈസ തരാതെ ഇയാൾ ഇത്രയും വലിയ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ രണ്ടാമത് ഇങ്ങനെ പിന്നെ നമുക്കത് കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയില്ല. നമുക്ക് സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അധ്വാനം ഉണ്ടല്ലോ, വെറുതെ കിട്ടുന്ന പൈസയല്ല. നമ്മൾ കുറേശ്ശെ പല സ്ഥലത്തും പല പ്രോഗ്രാംസും ചെയ്ത് ചെറിയ റോളിൽ വന്ന് ഒരു ബ്രേക്ക് കിട്ടിയ സമയത്താണ് നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസ വാങ്ങാൻ പറ്റിയത്. അതൊന്നും ഒരാൾ പറ്റിച്ചു പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ. ഈ ARM മാത്രമാണോ ഡേറ്റിൻ്റെ? അത് പിന്നെ എനിക്കറിഞ്ഞൂടാ, പല സ്ഥലത്തും ഇയാൾ ഞാൻ സമയത്തിന് വരില്ല, അങ്ങനെ പല നെഗറ്റീവ് ഇയാൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ ഡേറ്റ് നോക്കിയതുകൊണ്ട് പല ആൾക്കാരും ഇപ്പോൾ ഒരു പുതിയൊരു ഡയറക്ടർ ബാദുക്ക ഒരു പടമുണ്ട്, ഹരീഷിന് ഒരു ചെറിയൊരു ക്യാരക്ടർ വേണം ഒന്ന് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളെ അവനെ വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പോയില്ലേ. ഉറപ്പായിട്ടും. കാരണം അയാൾക്കറിയില്ല. കാരണം ഇത്രയും കൊല്ലം എൻ്റെ ഡേറ്റ് നോക്കിയ ഒരാൾ ഇതിനെ പറ്റി ഒരു നെഗറ്റീവ് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡാവും. അതെ. ഇപ്പോൾ ടോവിനോ അന്ന് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചേട്ടൻ ഒരു പക്ഷേ ഇതിന് റിയലൈസ് ഞാൻ ശ്രദ്ധിക്കൂലേ. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് ഇനി സിനിമ വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിക്കുള്ളൂ എന്തെങ്കിലും. പിന്നെ കാരണം കുറേ ചിലപ്പോൾ കോമഡി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയാണല്ലോ, കുറേ ഒരു റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മാറി പിന്നെ എപ്പോഴെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു സാധനം വന്ന് ക്ലിക്കായി കഴിഞ്ഞാലാണല്ലോ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ പല സിനിമകൾക്കുമായിട്ട് ബാദുഷനെ ചേട്ടൻ്റെ ഡേറ്റ് വെച്ച് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ചേട്ടൻ്റെ അടുത്ത് ഡയറക്റ്റ് ഇങ്ങനെ ബാദുഷ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതിനോടകം വിളിച്ച്? ഇല്ല, നമ്മൾ ഇപ്പോൾ ഈ സെറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ആർട്ടിലും അതേപോലെ യൂണിറ്റിലൊക്കെ ഉള്ള കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ്സും ഒക്കെ ഇവർക്കൊക്കെയാണല്ലോ നമ്മളെ ചേട്ടൻ്റെ അന്ന് ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെന്തോ അറിയില്ല, അത് വേറെ ആൾ ആയിപ്പോയി. അപ്പം ഡേറ്റ് പല പടത്തുനിന്ന് ഇത്ര ദിവസം വേണം കേട്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കും. അത് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി യാതൊരു പേരും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇന്ന ദിവസം ഇത് പടം എന്നൊക്കെ അവളോട് പറഞ്ഞു കഴിഞ്ഞിട്ട്
പിന്നെ ആ പടത്തിൻ്റെ ചിലപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അങ്ങനെയൊക്കെ പല ഇതും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനൊരു ടെൻഷനൊക്കെ വന്ന് ഇപ്പൊ എത്ര നാളായി സിനിമ? ഇപ്പൊ മധുരക്കണക്കാണ് റിലീസിന് ഒരുങ്ങുന്നത്. അപ്പൊ എത്ര ഗ്യാപ്പ് അങ്ങനെ വന്നിട്ട്? ഗ്യാപ്പ് ഞാൻ ലാസ്റ്റ് ചെയ്തത് പിന്നെ മേഹു മൂസിയാണ്. മേഹു മൂസിയും പടച്ചോനങ്ങൾ കാത്തോളി 2 പടം. മേഹു മൂസിയാണ് കൊറോണയ്ക്ക് ശേഷം റിലീസ് ചെയ്തത്. അതിൻ്റെ ശേഷം പിന്നെ വേറെ പടങ്ങളൊന്നും റിലീസ് ചെയ്തില്ല, ഒന്നുമില്ല. ഞാനിപ്പോൾ ഈ വാർത്ത നിന്റെ കമന്റ് ബോക്സ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ അത് റിയലൈസ് ചെയ്ത് പറയുന്നു, ഇത്രയും നാളായിട്ട് ഹരീഷിനെ പോയി നമ്മൾ കാണാതിരിക്കുമായിരുന്നു എന്ന് അത്ഭുതം കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാർത്ത ഇങ്ങനെ വന്നില്ലേ, ഇപ്പോൾ ബാദുഷാ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാം, സെറ്റിലാക്കാമെന്ന് ഒന്നും പറഞ്ഞില്ല. ബാദുഷ ഇപ്പം എൻ്റെ ഫേസ്ബുക്ക് നോക്കുന്ന ഇപ്പോൾ ബാദുഷ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സംഭവം ഇട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നുണ്ട്. അപ്പോൾ ഇതൊരു നടപടി ആവില്ല, ഒരു നടക്ക് പോവില്ല, എന്താ പറഞ്ഞൂടാ. ഇപ്പം ഈ ചേട്ടൻ്റെ അമ്മയിൽ അംഗത്വം പിന്നെ ഇപ്പം അമ്മയെന്നിപ്പോൾ ജോയേട്ടൻ വിളിച്ചു, ജോയ് മാത്യു വിളിച്ചു, ഇപ്പോൾ കുക്കു പരമേശ്വരൻ അവർ വിളിച്ചു, സന്തോഷ് കീഴാറ്റൂർ ഒക്കെ വിളിച്ച് ഹരീഷ് അമ്മയിലേക്ക് ഒരു മെയിൽ അയക്കി നമുക്ക് നടപടിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സംഘടന ഇക്കാര്യത്തിൽ ഇടപെടുമല്ലേ? ഈ ഇത്രയൊരു കരിയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ടെൻഷനൊക്കെ? ഈ ടെൻഷൻ ഞാൻ എപ്പോഴും വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുക, ഫ്രീ ആകുമ്പോൾ വീട്ടിലിരിക്കുക, മക്കളുടെ കൂടെ നിൽക്കുക, നമ്മളെങ്ങനെയാണ് പുറത്ത് പോവുക, അല്ലെങ്കിൽ വേറെങ്കിലും കുറച്ച് എന്തെങ്കിലും ഔട്ടിങ്ങൊക്കെ ആയിട്ട് വയനാടോ അവിടെയൊക്കെ പോവുക. കഴിഞ്ഞ പ്രാവശ്യം തായ്ലാൻഡിൽ പോയി. അങ്ങനെയൊക്കെ ഞാൻ വീടായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയതുകൊണ്ട് നമ്മളിത് കാരണം നമ്മൾ ഒന്നുമില്ലാത്തവരുന്ന് വന്നുകൊണ്ട് നമുക്കിത് ഇത്രയും ആയല്ലോ എന്നുള്ള ഇതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് വേറെ വിഷമങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് ഇങ്ങനെ കേട്ടപ്പം ഭയങ്കര വിഷമമായിപ്പോയി. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, അതായത് നമ്മൾ പൈസ കടം കൊടുത്തു, അത് തിരിച്ചു തന്നില്ല, ഓരോ ഒഴിവ്, ഇതിപ്പോൾ നടക്കുന്നൊരു കാര്യമാണ്. പക്ഷെ അതിനകത്ത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ചേട്ടൻ്റെ അവസരങ്ങളെ ബ്ലോക്ക് ചെയ്യാന്നുള്ളതാണ്. അതാണ്. ഇത്രയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, അവസരങ്ങളെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ചേട്ടൻ ഉൾക്കൊള്ളുന്നത്? അല്ല അതാണ് എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞത്. കാരണം നമ്മൾ ഉപകാരമാണല്ലോ ചെയ്തത്, അയാൾക്കൊരു അത്യാവശ്യം വന്നപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യുക ചെയ്തത്. അത് നമുക്ക് ഭയങ്കര ഉൾട്ടയായിട്ട് തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ, കൊറോണ സമയത്ത് കൊറോണ കത്തി നിൽക്കുന്ന സമയത്ത് കണാരോണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. കണാരോണം അതിൻ്റെ കൺട്രോളറും ഈ ബാദുഷയാണ്. അത് നമ്മൾ കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. എൻ്റെ ഫ്രണ്ടാണ് രാജീവ് വിഫോറിയാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോഴൊന്നും നമ്മൾ തമ്മിൽ ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചാരിറ്റി ചെയ്യാനൊക്കെ ബാദുഷ വിളിച്ച് ചോദിക്കുമ്പോൾ ഒന്നും നോക്കാതെ എടുത്തു കൊടുക്കുകയായിരുന്നു. ഞാൻ വിളിച്ച് അപ്പത്തെ കൊറോണ സമയത്തൊക്കെ പിന്നെ ബാദുഷ ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഫുഡൊക്കെ കൊടുക്കുന്ന, ഇന്ന് ഫുഡ് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല, ഒരു 50,000 ഇട്ട് കാരണം അപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് കൊറോണ സമയത്ത് ഞാൻ ഇതല്ലാതെ നമ്മൾ പല ആൾക്കാർക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ആ സമയത്ത് നമുക്കത് പറ്റുന്ന സമയമായതുകൊണ്ടാണ്. കൊറോണയൊന്നും എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കാരണം നമ്മളാ പിന്നെ ഒരു പൈസയും ദുരുപയോഗപ്പെടുത്താതെ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് കൊറോണയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ആയില്ല. കാരണം ഞാൻ പണ്ട് പെയിൻറ്റിൻ്റെ പണിക്കും മോട്ടോർ ഓടിക്കുമ്പോൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. 2 കാറുണ്ട്, കുറച്ചൊരു വീടുണ്ടാക്കി എന്നല്ലാതെ പിന്നെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പരിപാടിയും ചെയ്തില്ല. ഞാൻ ഷൂട്ട് ലൊക്കേഷൻ വിട്ട വീട്ടിൽ നിന്ന് പിന്നെ പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ പോകും എന്നല്ലാതെ വേറെ ഒരു സംഭവങ്ങളും ഇല്ല. ചേട്ടാ, ഇത് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ എന്തെങ്കിലും? ലീഗലായിട്ട് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബാദുഷ എന്ന് പറയുന്ന മലയാള സിനിമയിൽ എങ്ങും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സിനിമേനെ ഭാവിയിലും അഫക്റ്റ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ? എന്താ പറഞ്ഞൂടാ, ഇപ്പം ഞാൻ ഇത് വന്ന് ഇപ്പോൾ വൈഫിന് ടെൻഷനായി, നിങ്ങൾ എറണാകുളത്ത് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ. അതെ, വീട്ടുകാർക്കും അതൊരു പേടി ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. ഇതിനോടൊക്കെ ഇപ്പോൾ വേറെ ആരെങ്കിലും വിളിച്ച് ആശ്വസിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്? പിന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ്സും, പിന്നെ രാവിലെ മാർത്താണ്ഡ സാർ വിളിച്ചു, ഡയറക്ടർ, അങ്ങനെ കുറേ ആൾക്കാരെ വിളിച്ചു. പിന്നെ ആ സംഘടനയിൽ നിന്ന് ഒരു 3 ആൾ വിളിച്ചു. അങ്ങനെ അപ്പം സംഘടന കൂടെ ഉണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്, ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇപ്പോൾ ഭാര്യയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ടെൻഷൻ ചേട്ടന് മനസ്സിൽ തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും? പറയാൻ പറ്റില്ല, ആൾക്കാർക്ക് എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കാലമല്ലേ. ഇപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഇതുപോലെ സിമിലർ ഇൻസിഡൻസ് വേറെ ആർക്കെങ്കിലും ഉള്ളതായിട്ട് ചേട്ടനോട് പറഞ്ഞോ? വേറെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത അതേ സമയത്ത് തന്നെ ധർമ്മജനും ഇത്രയും പൈസ കൊടുത്തിട്ടുണ്ട്. ധർമ്മജൻ ഇപ്പോഴും ആ സൗഹൃദം കീപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ബാദുഷേൻ്റെ വൈഫും ധർമ്മൻ്റെ വൈഫും ഒക്കെ ആയിരുന്നു. അപ്പം ധർമ്മൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരിങ്ങനെ വളരെ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഇയാളെടുത്ത് പറയും ചോദിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇന്ന് രാവിലെ പോലും ധർമ്മജൻ വിളിച്ചിട്ടുണ്ടായി. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല.
സ്വന്തം കൂട്ടത്തിലൊരുത്തനെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഒറ്റിക്കൊടുക്ക. അത് ഒരു മൂന്നാം കട പ്രതികാരത്തിന് വേണ്ടി. നീ ആണാണെങ്കിൽ നേരിട്ട് വാ. ഇതുപോലെയുള്ള പാവങ്ങളെ ഒന്നും വെറുതെ കൊടുക്കരുത്. ശേരൻകുട്ടി, നീ ഒന്നുറപ്പിച്ചോ, നീ നസ്രാനിയെ കണ്ട ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. Now you start your countdown. അപ്പോൾ ഇതാണ് ഇട്ടു എന്ന് പറഞ്ഞ വീഡിയോ. ഇതിനകത്ത് പല ഡയലോഗ്സും വരുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ ചേട്ടന് തോന്നിയത്? അല്ല, എനിക്ക് തോന്നുന്നതല്ല. ഇപ്പം നമ്മൾ വൈഫിനാണ് ഭയങ്കര ടെൻഷനായത്. നമ്മളെപ്പോഴും യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതെല്ലാം എൻ്റെ സിനിമയായ റേച്ചലിൻ്റെ റിലീസിന് ശേഷം പറയും എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ബാദുഷയുടെ ഭാഗത്തു നിന്നും വരുന്നു വിചാരിക്കുക അല്ലേ? വിചാരിക്കുക നമ്മൾ ഇത് വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ളൊരു പരിപാടിയായി പോയി. ഇപ്പോൾ ഈ പഴമക്കാരൊരു കാര്യം പറയാറുണ്ട്, അതായത് നമ്മൾ സുഹൃത്തുക്കൾക്ക് പണം കടം കൊടുത്ത് സഹായിക്കും, പിന്നീട് അവരാവും ഏറ്റവും വലിയ ശത്രുക്കളെന്ന്. അതുപോലൊരവസ്ഥ സ്വന്തം ജീവിതത്തിലും. ഇപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്, ഒരു സിനിമ റിലീസാവാൻ പോവാണ്, അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. അപ്പോൾ ആ സിനിമയെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന്. സിനിമയിൽ ഞാൻ ഇതുവരെ ചെയ്തതെന്നും കുറച്ച് വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ്. അപ്പം പിന്നെ നല്ല അഭിപ്രായമാണ്. ഹരീഷേട്ടൻ അതിൻ്റെ പ്രൊഡ്യൂസർ ഹരീഷ് പേരടി. അപ്പോൾ കണ്ടപ്പം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിഞ്ഞൂടാ. ഇപ്പം ഇങ്ങനെ ഭീഷണിയൊക്കെ വരുമ്പം